എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, റിവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെയ് 27 തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് റിവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി അതുപോലെ തന്നെ +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് റിവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്, സ്ക്രൂട്ടിനിയുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്, ഫോട്ടോ കോപ്പിയുടെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 3 PDF ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു PDF-ൽ 3 ഫോമിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് അപേക്ഷിക്കുന്നത് ആ ഒരു ഫോം മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതായത് 3 PDF ഉണ്ട്, റിവാലുവേഷൻ്റെ ഉണ്ട്, സ്ക്രൂട്ടിനിയുടേതുണ്ട്, ഫോട്ടോ കോപ്പിയുടേതുണ്ട്. നിങ്ങൾക്കിതിൽ ഏതിൻ്റെ ആ ഒരു ഫോമാണ് ആവശ്യമുള്ളത് അത് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോം സ്കൂളിൽ നിന്നും കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷൻ എന്താണ് എന്ന് പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയുണ്ട്, അതായത് റീവാലുവേഷൻ അപേക്ഷിച്ചാൽ മാർക്ക് കൂടും എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അതായത് പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിക്കാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സ് അതുപോലെ തന്നെ മാത്സ് എന്നീ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും റീവാലുവേഷൻ അപേക്ഷിക്കാൻ പറ്റത്തില്ല. അതുപോലെ സ്ക്രൂട്ടിനിക്കും അപേക്ഷിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് മാത്രം ഈ ഒരു സബ്ജക്റ്റുകൾ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു സംശയം ഉണ്ടാകും, ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിച്ചതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിച്ച് നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഓൾറെഡി അതായത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനേക്കാൾ വളരെയധികം കൂടുതൽ മാർക്ക് വ്യത്യാസം ഉണ്ടാവുമെങ്കിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗസ്റ്റഡ് അധ്യാപകരെ കൊണ്ട്, അതായത് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവിടുത്തെ അധ്യാപകരെ കൊണ്ടൊന്ന് വാലുവേഷൻ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അതിന് എത്ര മാർക്ക് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് വന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു DHSE ഡയറക്ടർക്ക് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇങ്ങനെ മാർക്ക് കൂടുതലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വീണ്ടും വാലുവേഷൻ ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള എത്രയാണോ കൂടുതൽ മാർക്ക് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതാണ് ഫോട്ടോ കോപ്പി കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷനും സ്ക്രൂട്ടിനിക്കും ഫോട്ടോ കോപ്പിക്കും ഒക്കെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം എന്ന് നോക്കാം. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി വാലുവേഷൻ ചെയ്യുക എന്നുള്ളതാണ്. റീവാലുവേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് അപേക്ഷിച്ച് മാർക്ക് കുറഞ്ഞാലും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടിയ മാർക്കാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ റീവാലുവേഷനിൽ മാർക്ക് കൂടുകയാണെങ്കിൽ ആ ഒരു കൂടിയ മാർക്കായിരിക്കും നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. 10% മാർക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതായത് റീവാലുവേഷൻ 500 രൂപയാണ് ഫീസ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു 500 രൂപയാണ് ഫീസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 10% കൂടിയാലാണ് പൈസ റീഫണ്ട് കിട്ടുക. 10% എന്ന് പറയുമ്പോൾ 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ റീവാലുവേഷന് ശേഷം 8 മാർക്കോ അതിൽ കൂടുതലോ കൂടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ റീവാലുവേഷന് ശേഷം റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 10% കൂടണം. അതായത് 60-ൽ 6 മാർക്ക്, അതായത് റീവാലുവേഷൻ മുമ്പ് നിങ്ങൾക്ക് ഇപ്പോൾ 20 മാർക്കാണെങ്കിൽ റീവാലുവേഷന് ശേഷം 26, 27, 28 ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 6 മാർക്കോ അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും റീഫണ്ടായിട്ട് കിട്ടും. അപ്പോൾ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു സമയം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിന് അർഹതയുണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്ന് നോക്കാം. റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക വളരെയധികം സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോം ഇതുപോലെയാണ് ഉണ്ടാവുക, ജസ്റ്റ് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിനായിട്ട് ഇവിടെ എക്സാമിനേഷൻ ഫസ്റ്റ് ഓർ സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് തടിക, സെക്കൻഡ് മാർച്ച് 2025 എന്ന് ഇവിടെ എഴുതുക. അതുപോലെ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ചലാൻ, നെയിം ഓഫ് ട്രഷറി, എമൗണ്ട് റെമിറ്റഡ് എന്നത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട, സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്തോളും. അടുത്തതായിട്ടുള്ളത് നെയിം ഓഫ് കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റർ, അത് നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇപ്പോൾ എൻ്റെ പേര് ഇപ്പോൾ അമൽ എന്നാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ ഒരു രീതിയിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് നിങ്ങളുടെ പേരെന്താണോ അത് കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ്. അത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നെയിം ആൻഡ് സെൻറ്റർ നമ്പർ ഓഫ് സ്കൂൾ, അതുപോലെ സെൻറ്റർ അറ്റ് വിച്ച് കാൻഡിഡേറ്റ് ടു എക്സാമിനേഷൻ, അത് നിങ്ങൾ ഈ ഒരു മാർച്ചിലെ പരീക്ഷ ഏത് സ്കൂളിലാണോ എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൻ്റെ കോഡുമാണ് എഴുതേണ്ടത്. അടുത്തത് റവന്യൂ ഡിസ്ട്രിക്ട്, അത് നിങ്ങളുടെ ജില്ല ഏതാണോ, സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണോ അതാണ് എഴുതേണ്ടത്. ഏത് ജില്ലയിലെ സ്കൂളിലാണോ പരീക്ഷ ആ ഒരു ജില്ലയാണ് എഴുതേണ്ടത്. അടുത്തത് മൂന്നാമത്തേത് പേപ്പേഴ്സ് ഫോർ വിച്ച് റീവാലുവേഷൻ ഈസ് റിക്വയർഡ്, ഏതൊക്കെ സബ്ജക്റ്റാണ് റീവാലുവേഷൻ കൊടുക്കുന്നത് എന്നാണ്. സീരിയൽ നമ്പർ എന്നുള്ളത് 1, 2, 3 എന്നുള്ളതാണ് എഴുതേണ്ടത്. അതായത് സാധാരണ എണ്ണൽ സംഖ്യയാണ് സീരിയൽ നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർട്ട് എന്ന് പറയുമ്പോൾ പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ്, പാർട്ട് 3 ആണ് ബാക്കി സബ്ജക്റ്റ്. നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണോ എഴുതുന്നത് അതിനനുസരിച്ച് മാത്രം എഴുതിയാൽ മതി. അതായത് റീവാലുവേഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ അവിടെ എഴുതിയാൽ മതി. ഞാനിപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയുമാണ്, അത് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കൊടുക്കുന്നത്, അതായത്
ബയോളജിയും അതുപോലെ തന്നെ ഇംഗ്ലീഷുമാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ബയോളജിയും ഇംഗ്ലീഷുമാണ് കൊടുക്കുന്നതെന്നുകൊണ്ട് പാർട്ട് 1 ഇംഗ്ലീഷ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് 1 ഇംഗ്ലീഷ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം അതിന് +2 കിട്ടിയ TE മാർക്ക്, +2 കിട്ടിയ TE മാർക്ക് എത്രയാണോ അതാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ എനിക്കൊരു 45 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ റിസൾട്ട് വന്ന സമയത്ത് എനിക്കൊരു 25 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സ്കോർ 25 എന്ന് എഴുതുന്നു. അതിനുശേഷം അടുത്തത് പാർട്ട് 3 ബയോളജി വരിക. അതുപോലെ പാർട്ട് 2 എന്ന് പറയുമ്പോൾ മലയാളം ഇതുപോലുള്ള സബ്ജക്റ്റാണ് വരിക. അപ്പോൾ ഞാൻ പാർട്ട് 3 എന്ന് ഇവിടെ എഴുതുന്നു. അതിനുശേഷം ബയോളജി എന്ന് എഴുതുന്നു. അപ്പോൾ അതിന് എനിക്ക് ബയോളജിയും സുവോളജിയും ടോട്ടൽ കൂട്ടിയ സമയത്ത് ആകെ കിട്ടിയിട്ടുണ്ടായിരുന്ന TE മാർക്ക്, +2 കിട്ടിയ TE മാർക്ക് എന്ന് പറയുന്നത് അതായത് ഒരു 30 മാർക്കാണെന്ന് വിചാരിക്കുക. അതായത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു 50 മാർക്കാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ 30 മാർക്കേ 60-ൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റും കൊടുക്കുന്നു. സീരിയൽ നമ്പർ എന്നുള്ളത് 1, 2 എന്നുള്ളത് കൊടുക്കുന്നു. കാരണം 2 സബ്ജക്ട്സേ ഉള്ളൂ, അതുകൊണ്ടാണ് 1, 2 എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ അടുത്തതായുള്ളത് നിങ്ങൾ ഈ ഒരു മാർക്ക് ഷീറ്റ്, അതായത് നിങ്ങളുടെ +2 റിസൾട്ടിൻ്റെ ആ ഒരു മാർക്ക് ഷീറ്റ് ഈ ഒരു അപേക്ഷയോടൊപ്പം നൽകിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് നിങ്ങൾ സ്ക്രൂട്ടിനി, അതായത് സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി ജസ്റ്റ് എവിടെയെങ്കിലും കൂട്ടിയ മാർക്ക് തെറ്റിയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിന് അത് വാല്യുവേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, ഇതൊക്കെ നോക്കുന്നതാണ് ഈ ഒരു സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യാവുന്നതാണ്. അതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അടുത്തത് 6ാമത്തേത് നിങ്ങളുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ പേര് ഇപ്പോൾ അമൽ എന്നാണെങ്കിൽ ജസ്റ്റ് ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലാണ് പേര് എഴുതേണ്ടത്. അത് പേരിലെ അഡ്രസ്സ് മുഴുവനായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പേര്, അഡ്രസ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ പ്ലേസോ അല്ലെങ്കിൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്ലേസോ എഴുതുക. അതുപോലെ തന്നെ ഡേറ്റ്, നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു ആപ്ലിക്കേഷൻ, അത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നാളെ ആയിരിക്കും ഇനി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ് 27 എന്ന് എഴുതാവുന്നതാണ്. മെയ് 27, 2025 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതായത് 27 മെയ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഇതുപോലെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അപ്പോൾ ഇതിന് ഒരു സബ്ജക്റ്റിന് റീവാലുവേഷൻ 500 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ബാക്കിയുള്ള ഫോമുകളും നിങ്ങൾക്ക് ഈ സെയിം രീതിയിൽ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഇവിടെ റീവാലുവേഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പ്ലേസ്, ഡേറ്റ്, നിങ്ങളുടെ സിഗ്നേച്ചർ എന്നിവയാണ്. സ്ക്രൂട്ടിനിക്ക് 100 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അടുത്തത് ഫോട്ടോ കോപ്പിയുടേതാണ് സെപ്പറേറ്റ് ആയിട്ട് അത് ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ് ഫീസ് വരിക. അതുപോലെ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് എന്നുള്ളത് തടയുക. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ മാർച്ച് 2025 എന്ന് എഴുതുക. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ഫില്ല് ചെയ്യേണ്ട, സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്തോളും. ഇവിടെ നിങ്ങളുടെ പേര് എന്താണെന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ നിങ്ങൾ മാർച്ചിലെ പരീക്ഷ എഴുതിയ സ്കൂളിൻ്റെ പേരും കോഡും എഴുതുക. ആ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണോ അത് നിങ്ങൾ എഴുതുക. അതുപോലെ ബാക്കി ഡീറ്റെയിൽസ് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ഫോട്ടോ കോപ്പി വേണോ അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ്, പാർട്ട് 3 ബാക്കിയുള്ള സബ്ജക്റ്റ്. ഇനി ഇതിൽ സ്കോർ കൊടുക്കേണ്ടത് TE മാർക്കാണ് കൊടുക്കേണ്ടത്. അതായത് +2 TE മാർക്ക് മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഇനി അടുത്തത് ഇതിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം പിന്നീട് ഇവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഇതിൽ അതിന് പകരം അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക. നിങ്ങളുടെ പേരെന്താണോ അത് കൃത്യമായിട്ട് എഴുതുക. നിങ്ങളുടെ അഡ്രസ്സ് എന്താണ് എന്ന് കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അതുപോലെ പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവ എഴുതുക. ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ നിങ്ങൾ സ്കൂളിൻ്റെ ആ ഒരു പ്ലേസ്, അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് തന്നെ 27 മെയ് 2025 എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിന് ഫോട്ടോ കോപ്പിക്ക് ഈ ഒരു 300 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നാളെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾ സേവ് ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് റീവാലുവേഷനോ സ്ക്രൂട്ടിനിക്കോ ഫോട്ടോ കോപ്പിക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.